നമസ്കാരം. സ്ത്രീകൾ പൊതുവെ വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷവും ഡയറ്റ് തെറാപ്പിയൊക്കെ എടുത്തതിന് ശേഷവും വയറ് ഒതുങ്ങുന്നില്ല അല്ലെ വയറ് തൂങ്ങിക്കിടക്കുന്നു എന്ന കംപ്ലൈൻറ്റുമായിട്ട് വരാറുണ്ട്. ഇത് ഡയാസ്റ്റാസിസ് റെക്റ്റി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ വയറിൻ്റെ മസിൽസിൽ വരുന്ന ബലക്കുറവ് കൊണ്ട് ആ മസിൽസ് വീർത്തിരിക്കുക. അതായത് ഒരു ലാക്സ് ആയിട്ട് തൊങ്ക് തുടങ്ങുമ്പോൾ പഞ്ഞിക്കെട്ട് പോലെ ഫീൽ ചെയ്യും. ഇത് തുടരെ വരുന്ന ഗർഭധാരണം കൊണ്ടും അമിതമായ വണ്ണം കൊണ്ടും ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിന് എക്സസൈസ് ചെയ്യുക, നമ്മൾ ആയുർവേദ രീതിയിൽ ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ചികിത്സകൾ ചെയ്യുക, ഇതൊക്കെയാണ് ഒരു പരിഹാരം. എന്നിരുന്നാലും ചില എക്സസൈസുകൾ, അതായത് പുഷപ്പ് പോലത്തെ, ക്രഞ്ചസ്, പ്ലാങ്ക്സ്, ഇതൊക്കെ നമുക്ക് ഉപകാരത്തെക്കാളും കൂടുതലും ഹെർണിയ പോലെയുള്ള രോഗങ്ങളിലേക്ക് ചെന്നെത്താനാണ് കാരണമാകുന്നത്. നമ്മൾ എങ്ങനെ എക്സസൈസ് ചെയ്യണം ഈ അവസ്ഥയിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ആ മസിൽസിന് സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം മാത്രം മറ്റ് എക്സസൈസിലേക്ക് പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള എക്സസൈസുകളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം എപ്പോഴും സിമ്പിൾ എക്സസൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതൊന്നെങ്കിൽ വയറിൽ ബെൽറ്റ് പോലെ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ തുണി വെച്ച് ബാൻഡേജ് ചെയ്തിട്ടോ അതും അല്ലെങ്കിൽ കൈ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് എക്സസൈസുകൾ ചെയ്യേണ്ടതാണ്. വളരെ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കാല് പൊക്കുക, താഴ്ത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. രണ്ട് കാലും മാറി മാറി ചെയ്യേണ്ടതാണ്. 10 തവണ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുക. അതിനുശേഷം വളരെ കൂട്ടി 25 തവണയെങ്കിലും ചെയ്യേണ്ടതാണ്. അടുത്തതായി ഒരു കാല് മടക്കി വയ്ക്കുക. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് വളരെ സാവധാനം മുകളിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം തലയും കൂടി ഉയർത്തേണ്ടതാണ്. ഈ സമയം വയറിൽ സപ്പോർട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം മറ്റേ കാല് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അടുത്ത എക്സസൈസിൽ മുട്ട് മടക്കി വയ്ക്കണം. വയറിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തല ഉയർത്തേണ്ടതാണ്. ഈ എക്സസൈസിൽ നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ആക്കിക്കൊണ്ട് ശരീരം പൊങ്ങേണ്ടതാണ്. മോഡിഫൈഡ് ബ്രിഡ്ജ് പോസ് പോലെയാണ് ഇത് ചെയ്യേണ്ടത്. വളരെ സാവധാനം ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തത് പവനമുക്താസനമാണ്. അതായത് മുട്ട് സാവധാനം മടക്കി വയറിലേക്ക് കൊണ്ടുവരിക. അതിനോടൊപ്പം കൈയുടെ സപ്പോർട്ടോടുകൂടി മൂക്ക് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ആവുക. ശ്വാസം വിട്ടുകൊണ്ട് മുട്ട് മടക്കി മൂക്ക് മുട്ടിക്കണം.